നമസ്കാരം. നമ്മൾ കർണാടക സംഗീതം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളവരും കാണുമെന്നല്ല, പഠിച്ചിട്ടുള്ളവരും ഉണ്ട്. ഇപ്പോൾ കർണാടക സംഗീതത്തിൽ നമുക്കൊരു ഭാഗമാണ് ഗീതം. വളരെ ഭംഗിയാണ് ഗീതം പാടാൻ. നമ്മളിങ്ങനെ സ്വരങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം സ്വരങ്ങളോടൊപ്പം സാഹിത്യവും കൂടെ കയറി വരുന്ന ഒരു ഭാഗമാണ് ഈ ഗീതം എന്ന് പറയുന്നത്. ഇതിപ്പം നമുക്ക് ഗീതങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ഗീതമാണ് അതിൻ്റെ രാഗം എന്ന് പറയുന്നത് മലഹരിയാണ്. പിന്നെ അതിൻ്റെ ഗീതകർത്താവ്, ഇപ്പം ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ടതാണ്, ഗീതകർത്താവ് എന്ന് പറയുന്നത് ആരാണ്? പുരന്ദരദാസറാണ്. താളം രൂപകമാണ്. അതുപോലെ ആരോഹണം സരിമപ്പ ദസ, അവരോഹണം സാധാ പാമ ഗരിസ. പിന്നത്തെ കുറച്ച് സ്വരസ്ഥാനങ്ങളുണ്ട്. സ്വരസ്ഥാനങ്ങളെന്ന് പറയുന്ന ഷഡ്ജമുണ്ട്, ശുദ്ധ ഋഷഭമുണ്ട്, അന്തരഗാന്ധാരമുണ്ട്, ശുദ്ധ മധ്യമമുണ്ട്, പഞ്ചമമുണ്ട്, ശുദ്ധ ദൈവതമുണ്ട്. ഇതിൻ്റെ ആരോഹണം സരി മപ ദസ, അവരോഹണം സാധാ പാമ ഗരിസ, സരി മപ ദസ സാധാ പമ ഗരിസ, സരി മപ ദസ സാധാ പമ ഗരിസ. ഇതൊന്ന് പാടി നോക്കാം. മപ ദസ സരി രി സധാ പ, മപ രി മപ ധ മപ ധ പ മ ഗരിസ, സരി മ ഗരി സരി ഗരിസ, രി മപ ധ മപ ധ പ മ ഗരിസ, സരി മ ഗരി സരി ഗരിസ. ശ്രീ ഗണനാഥ സിന്ദൂര വന്ന കരുണ സാഗര കാരിവദന ലംബോധര ലേകുമികര, അംബാസുധ ആമര വിനൂത ലംബോധര ലേകുമികര, സിദ്ധചാരണ ഗണസേവിത സിദ്ധിവിനായക തേയി നമോ നമോ ലംബോധര ലേകുമികര, സകല വിദ്യാ ആദിപൂജിത സർവോത്തമ തേയേ നമോ നമോ ലംബോധര ലേകുമികര.